الحمد لله بعض الأيام والشهور وجعل الظلمات والنور وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة عباد الله أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട് ഏത് സമയവും മരണത്തെ നേരിടേണ്ടി വരുമെന്നുള്ള ചിന്തയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ചു മരിക്കുവാൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 4000 വർഷങ്ങൾക്കപ്പുറം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമയും വിശുദ്ധ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ അല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ആളുകളിൽ ഹജ്ജിന്റെ വിളംബരം നടത്തുക. ആ ഹജ്ജ് അന്നു മുതൽ ഇന്നേ വരെ തുടർന്നു വരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കായ ആളുകൾ മക്കയിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും ധാരാളം ആളുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുവാനുള്ള തൗഫീഖ്, അനുഗ്രഹം പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹജ്ജും ബലിപെരുന്നാളും ഒരിക്കൽ കൂടി സമാഗതമാവുകയാണ്. ഇവകൾ ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് ഏകദേശം 70ഓളം സ്ഥലങ്ങളിൽ ഖുർആനിൽ പ്രതിപാദ്യമുണ്ട്. ഇറാഖിലെ ഊർ എന്ന നഗരത്തിൽ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഏറെക്കുറെ പശ്ചിമേഷ്യയിലെ എല്ലാ പ്രദേശങ്ങളിലും തൗഹീദിന്റെ സന്ദേശവുമായി ഓടി നടന്ന മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ അള്ളാഹു തന്റെ മിത്രമായി സ്വീകരിച്ചിരിക്കുന്നു. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ലോക ജനങ്ങൾക്ക് മുഴുവൻ ഇമാമായി നിന്നെ നാം നിശ്ചയിച്ചിരിക്കുന്നു. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا, പിന്നെ നാം നിനക്ക് വഹി അറിയിച്ചു, നീ ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരണം. എന്താണ് മറ്റു പ്രവാചകന്മാരിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള പ്രത്യേകത? ഇത്രയധികം അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറയുകയും അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുകയും ചെയ്തു. എല്ലാ പ്രവാചകന്മാരും ഏകദൈവ വിശ്വാസമാണ് പ്രബോധനം ചെയ്തിട്ടുള്ളത്.
അതിന്റെ പേരിൽ ഒട്ടുമുക്കാലും പ്രവാചകന്മാരും പ്രയാസങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഇബ്രാഹിം നബിയുടെ പ്രത്യേകത എന്താണ്? ഖുർആൻ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത് വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ദുനിയാവിലും നാം അദ്ദേഹത്തിന്റെ പ്രതിഫലം നൽകിയെന്ന്. എന്താണ് ഇബ്രാഹിം നബിക്ക് ദുനിയാവിൽ കിട്ടിയ പ്രതിഫലം? ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമ്മ എവിടെയെങ്കിലും ദാവൂദ് നബിയും സുലൈമാൻ നബിയും ഒക്കെ ആണെങ്കിൽ രാജാക്കന്മാരായി എന്ന് വിചാരിക്കും. മുഹമ്മദ് നബി ആണെങ്കിൽ ജസീറത്തുൽ അറബ് മുഴുവൻ ഇസ്ലാമിന്റെ അധീനതയിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വിചാരിക്കാം. ഇബ്രാഹിം നബിക്ക് അങ്ങനെ എന്തെങ്കിലും ചരിത്രമുണ്ട്? ദുനിയാവിൽ അദ്ദേഹത്തിന് തന്റെ പ്രതിഫലം നാം നൽകിയെന്ന് അള്ളാഹു പറയുമ്പോൾ എന്താണത്? എന്താണ് ഇബ്രാഹിം നബിയെ മറ്റു പ്രവാചകന്മാരിൽ നിന്നും വ്യതിരക്തമാക്കുന്നത്? ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് വിശദമായി പറയാൻ ഈ സമയം പര്യാപ്തമല്ല. മാത്രമല്ല, എന്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ അത്യാവശ്യം വിവരമുള്ളവരാണ് എന്നതുകൊണ്ട് ഞാൻ ചില സൂചനകൾ മാത്രം നൽകി അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ പ്രബോധന ശൈലി, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. എന്താണെന്ന് വെച്ചാൽ, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യബുദ്ധിയോട് സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശൈലി. ഖുർആനിലെ പല ഭാഗങ്ങളും പരിശോധിച്ച് കാണാം. നോക്കൂ, ഇബ്രാഹിം നബി സൂറത്തുൽ അൻആമിൽ 76 മുതൽക്കുള്ള ആയത്തുകൾ നിങ്ങൾ പരിഭാഷയോടുകൂടി വായിക്കുക. അവിടെ കാണാം, ഫലമ്മ ജന്ന അലൈഹി, രാത്രിയായപ്പോ നക്ഷത്രങ്ങളെ കണ്ടു, അവകളെ പരീക്ഷിച്ചു. ഇതുകൾ ദൈവങ്ങളാകാൻ പറ്റുമോ? പറ്റുകയില്ല. ചന്ദ്രനെ നോക്കി, സൂര്യനെ നോക്കി, ഇതൊക്കെ പഠിച്ച് പഠന വിധേയമാക്കി തനിക്ക് ബോധ്യപ്പെടുകയും ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇവകൾക്കൊന്നും ഇലാഹാകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ഞാനിതാ ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് എന്നെ തിരിച്ചിരിക്കുന്നു, അവനല്ലാതെ പറ്റൂല. ഇത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ സൂറത്തുൽ ബഖറയിലെ ഒരു രസകരമായ ഒരു സംഭവം. അതെന്തെന്നല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയാണ്, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, പടച്ചോനെ ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ? പറഞ്ഞു തരുമെന്നല്ല, അരിനി. അള്ളാഹുവിന്റെ ചോദ്യം അവലം തൂമിൻ, എന്താ ഇബ്രാഹിം മരിച്ചവരെ ജീവിക്കുന്ന നിനക്ക് വിശ്വാസം വരില്ലേ? കണ്ടാലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഖാല ബല, അല്ല പടച്ചോനെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഒരു കാര്യം കണ്ട് മനസ്സിലാക്കുമ്പോൾ എനിക്ക് അത് കൂടുതൽ ബോധ്യം വരികയും ഒരു സമാധാനം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് മറുപടി പറഞ്ഞത്. അപ്പൊ അള്ളാഹു അതിന് മറുപടിയായി ഖുദ് അർബഅത മിന ത്വയ്രി ഫസുൽഹുന്ന ഇലൈക്, 4 പക്ഷികളെ പിടിച്ച് അവകളെ ഇണക്കി അറുത്ത് മലമുകളിൽ കൊണ്ടുവച്ച് അവിടുന്ന് തിരിച്ചു വിളിച്ച് അവകളൊക്കെ വീണ്ടും ജീവിക്കുന്ന ആ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ഒരു പഠനം അല്ലെങ്കിൽ ഒരു ടീച്ചിങ് അള്ളാഹു ഇബ്രാഹിം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ആധുനിക ടീച്ചിങ് മെത്തേഡിൽ അവരുടെ ആപ്തവാക്യം പോലെ പറയുന്ന ഒരു കാര്യം, ടെൽ മീ ഐ വിൽ ഫോർഗെറ്റ്, പറഞ്ഞു തന്നാൽ കുറച്ച് മറക്കും, ഷോ മീ, കാണിച്ചു തരണം. അങ്ങനെയാണ് നമ്മളെ ഈ ഇപ്പോ പുതിയ ഇതില് സ്മാർട്ട് ക്ലാസ് റൂം എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുള്ള ഐ ക്യാൻ റിമെമ്പർ, കണ്ടാൽ ഓർമ്മ ഉണ്ടാവും. ഇൻവോൾവ് മീ ഐ ക്യാൻ ലേൺ, ഞാൻ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു ആക്ടിവിറ്റി ബേസ്ഡിലുള്ള പഠനമാകുമ്പോഴാണ് എനിക്കത് ശരിക്കും മനസ്സിലാകുള്ളൂ, പഠിയുള്ളൂ എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ്, മറ്റ് അതുപോലെ MBBS കഴിഞ്ഞാൽ സർജൻസി ഉണ്ടല്ലേ, അങ്ങനെ ഈ മെത്തേഡ് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു ആ മെത്തേഡാണ് സ്വീകരിച്ചത്. ഞാൻ പറഞ്ഞു വന്നതല്ല, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അറിയുകയും ചെയ്താൽ
അപ്പോഴാണ് നമുക്കതിലൊരു ധൈര്യം, നമുക്കൊരു ഒരു ശരിയായ ഉറപ്പ് ഉണ്ടാവുകയും നമുക്ക് അതിലൂടെ മുന്നോട്ട് പോകുവാനും അത് പ്രബോധനം ചെയ്യുവാനുമുള്ള കരുത്ത് അപ്പോഴാണ് നമുക്കുണ്ടായത്. കദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു വലിയകൂന മിനൽ മൂഖിനീൻ, മൂഖിൻ യഖീൻ, ദൃഢമായ വിശ്വാസമുണ്ടാകാൻ വേണ്ടി ആകാശഭൂമികളുടെ തെളിവുകളെ കുറിച്ച് ദൃഷ്ടാന്തങ്ങൾ നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ചരിത്രം ദേവാലയത്തിൽ കയറി ബിംബങ്ങൾ തച്ചുടച്ചൊരു ചരിത്രമാണ്. സൂറത്തുൽ അംബിയായിലെ ആ വിഷയം നിങ്ങളൊന്ന് ഒരുപാട് ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നു. ഇങ്ങനെ എന്തിനാ ഇബ്രാഹിം നബി അങ്ങനെ ചെയ്തത്? ഈ തീവ്രവാദികളും ഭീകരവാദികളും വിചാരിക്കുന്നത് പോലെ ദൈവങ്ങളൊക്കെ ബിംബങ്ങളൊക്കെ തച്ചുടച്ച് ഇവിടെ ഒരു ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കുക എന്നതാണോ ഇബ്രാഹിം നബിയുടെ ഉദ്ദേശം? അല്ല. കാരണം അദ്ദേഹം ഇങ്ങനെ ആവേശത്തിൽ നിന്ന് പിന്നെ കോപത്തിൽ നിന്ന് ദേഷ്യത്തിൽ നിന്ന് പോയി ഉടച്ചതല്ല. അതിന്റെ അങ്ങനെയാണെങ്കിൽ ആദ്യം അടിക്കേണ്ടത് ആരെയാണ്? വലിയ ബിംബത്തെയാണ്. വലിയ ബിംബത്തെ മുമ്പ് അടിച്ചിട്ടില്ല. അത് അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിന്റെ കഴുത്തിൽ കോടാലി കെട്ടിത്തൂക്കി അദ്ദേഹം തിരിച്ചു പോരുകയാണ്. എന്തിനാണ് ചെയ്തത്? സംഭവങ്ങൾക്ക് അറിയാലോ. അവരൊക്കെ പാടെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ വീണടക്കുകയാണ്. ആരാണ് ഇത് ചെയ്തത്? ജനകീയ കോടതി. അപ്പൊ ആരോ പറഞ്ഞു ഇബ്രാഹിം, ഇബ്രാഹിം എന്നുള്ള ചെറുപ്പക്കാരൻ നമ്മുടെ ദൈവങ്ങളൊക്കെ കുറ്റം പറഞ്ഞു നടക്കുന്നുണ്ട്, അവനായിരിക്കും ചെയ്തത്. കൊണ്ടുവരിക അവനെ കൊണ്ടുവന്നു. ചോദിച്ചു ഇബ്രാഹിമിനോട്, ഇബ്രാഹിം, ഇബ്രാഹിം നീയാണോ ഇത് ചെയ്തത്? അങ്ങനെ നിങ്ങൾ ആ രംഗമൊക്കെ മനസ്സിൽ കാണണം. പിന്നെ ഈ ജനകീയ കോടതിയാണ്, ജനങ്ങൾ മുഴുവൻ ആൾക്കൂട്ടങ്ങളാണ്. ഒന്നായി വന്ന് ഇബ്രാഹിമിനെ എന്തിലും ഒരുങ്ങി റെഡിയായിട്ടുള്ള ആ ഒരു ചോദ്യം ചെയ്യലാണ് അവർ. ഇബ്രാഹിം വളരെ കൂളായിട്ട് പറഞ്ഞു, ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലുഹു ഇൻ കാനൂ യന്തിഖൂൻ. എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ആ നിൽക്കുന്ന കോടാലിയിട്ട് തെളിവ് സഹിതമാ നിൽക്കണ അവിടെ വലിയ ആള്, അയാൾ ചെയ്തായിരിക്കും. ചോദിച്ചു നോക്കി. നിങ്ങൾ എല്ലാ കാര്യത്തിനും അവിടെയല്ലേ ചോദിക്കല്? നിങ്ങളെല്ലാ ആവശ്യങ്ങൾക്കും കാര്യങ്ങളൊക്കെ വന്ന് പറയുന്ന വലിയ ആളവിടെല്ലോ. അയാൾ ചോദിച്ചു നോക്കി. പറഞ്ഞു എല്ലാവരും തലതാത്തുകയും സ്വയം ഒന്ന് ചിന്തിക്കുകയും ചെയ്തു. മറുപടി ഉണ്ടോ? പിന്നെ അവരൊക്കെ അങ്ങനെ നമ്മള് താന്നു കൊടുക്കാൻ പറ്റുമോ? നിനക്കറിയില്ലേ ഇതിന് സംസാരിക്കാനും ഇത് ചോദിച്ചാൽ ഉത്തരം പറയില്ല എന്നുള്ളത് നിനക്കറിയില്ലേ? ഖാല അപ്പൊ അപ്പോഴാ ഇബ്രാഹിം നബി, അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ചെറുപ്പക്കാരൻ ഉയർത്തെഴുന്നേറ്റത്. ഈ ഒന്നിനു കൊള്ളാത്ത, ഇതിന് തന്നെ തച്ചത് ആരാണെന്ന് പോലും പറയാൻ കഴിയാത്ത ഈ ആളുകൾക്കാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? ഉഫില്ലക്കും വലിമാ താഴ്ബുദൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേടോ, ചിന്തിക്കുന്നില്ലേ എന്ന് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി. ഈ ഒരൊറ്റ സംഭവത്തിലൂടെ ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഈ ബിംബങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, അവിടെ ചിന്തകളെ തട്ടിയുണർത്താൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സാധിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശവും. അതായി ഇനി ഇതിനേക്കാളെല്ലാം ഉപരിയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇത്രയും അധികം സ്ഥാനങ്ങൾ അല്ലാഹു നൽകുവാനുള്ള കാരണം, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലിം, ഇബ്രാഹിം നീ ഇസ്ലാമാകണം, നീ സർവാത്മന അല്ലാഹുവിന് കീഴടങ്ങണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ ഇസ്ലാമായിരിക്കുന്നു, അല്ലാഹുവിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ പറയുന്നത് പോലെ കേവലം നാവ് കൊണ്ടും വാക്കുകൊണ്ടുമായിരുന്നില്ല, മറിച്ച് തന്റെ ജീവിതം കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കാണിച്ചു കൊടുത്തു. ആദ്യം സ്വന്തം നാട് വിട്ടുപോകേണ്ടി വന്നു. നാടും വീടും കുടുംബവും നാട്ടുകാരെയും ഒക്കെ ഒഴിവാക്കി ഇബ്രാഹിം ഇറാഖിൽ നിന്ന് പോകുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. സ്വന്തം ഭാര്യയെയും മകനെയും ആരാരുമില്ലാത്ത മരുഭൂമിയിലും അള്ളാഹുവിന് കീഴടങ്ങി ഇബ്രാഹിം. അള്ളാഹു അവിടെയും അവസാനിപ്പിച്ചില്ല. പിന്നെയും അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. സ്വന്തം മകനെ അള്ളാഹുവിന് ബലിയർപ്പിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചു.
ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ, അവിടെയും ഇബ്രാഹിം തന്റെ ഇസ്ലാം പ്രഖ്യാപിച്ചു. ഇബ്രാഹിം മാത്രമല്ല, ഫലമ്മാ അസ്ലമാ, രണ്ടുപേരും അള്ളാഹുവിന് കീഴടങ്ങി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്നു കൊടുക്കുകയും ആരും കാണാത്ത മിനായിലെ താഴ്വരകളിൽ, മലഞ്ചെരുവുകളിൽ, മലങ്കുന്നുകൾക്കിടയിൽ മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി തന്റെ മകനെയും കൊണ്ടുപോയി അറുക്കാൻ വേണ്ടി ലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ ഫനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ. അപ്പോഴാണ് പൂർണ്ണമായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴടങ്ങിയിരിക്കുന്നു എന്ന്, ഇസ്ലാമായിരിക്കുന്നു എന്ന് അള്ളാഹുവിന് ബോധ്യമാകുന്നപ്പോഴാണ് ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ ഞാനിതാ ലോകജനങ്ങൾക്ക് ഇമാമായി നിശ്ചയിച്ചിരിക്കുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. എന്താണ് ഇബ്രാഹിം നബിയുടെ മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്ന് പ്രത്യേകത? എന്നാൽ രണ്ടാമത്തെ ചോദ്യം, ദുന്യാവിൽ അദ്ദേഹത്തിന് നാം അനുഗ്രഹം ചെയ്തു, ആഖിറത്തിലും അദ്ദേഹത്തിന് അനുഗ്രഹിക്കപ്പെടും. എന്താണ് ദുനിയാവിൽ അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹം? അത് നാം പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ദുനിയാവിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം, അതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, എന്താ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം? ജോലിയാണോ? സർട്ടിഫിക്കറ്റ് ആണോ? ശമ്പളമാണോ? മുതലാണോ? ഒന്നല്ല. ഒരു മനുഷ്യന് ദുനിയാവിൽ ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം മക്കൾ നന്നായി കിട്ടുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ദുനിയാവിൽ ഏറ്റവും വലിയ അദാബ് മക്കൾ വടക്കാകുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പറ്റി പറയുന്നിടത്തൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കും. അവിടെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളും സന്താന പരമ്പരകളും ഈ ആദർശത്തിന്റെ വാക്താക്കളായിരിക്കണമെന്ന് ഉത്കടമായി ആശിക്കുകയും അഭിലഷിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി, പടച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണം, എന്റെ മക്കളെയും. മിൻ ദുർരിയതി വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന് കാക്കണേ. റബ്ബനാ വജഅൽനാ മുസ്ലിമൈൻ ലക്, പടച്ചവനെ ഞങ്ങൾ രണ്ടുപേരെയും മുസ്ലിമാക്കണം. വമിൻ ദുർരിയതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ ദുർരിയത്തിനെയും ഉമ്മത്തൻ മുസ്ലിമത്താക്കണം. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. തൊട്ടടുത്ത പ്രാർത്ഥന എന്താ? റബ്ബനാ വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ ഇന്നക അൻതൽ അസീസുൽ ഹകീം. പടച്ചോനെ, എന്റെ തലമുറ, എന്റെ മക്കൾ, സന്താന പരമ്പരകൾ ഈ മക്കയിൽ കാലം കുറെ കഴിയുമ്പോൾ അവർ വഴിപേക്കുകയാണെങ്കിൽ വബഅഥ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്നൊരു പ്രവാചകനെ നീ നിയോഗിക്കണം. യത്ലു അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ ഓതിക്കളിപ്പിക്കുകയും വയസക്കീഹിം, അവർ സംസ്കരിക്കുകയും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർ കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന പ്രവാചകനെ എന്റെ തലമുറകൾ കഴിഞ്ഞാൽ എന്റെ ഈ സമൂഹത്തിൽ, എന്റെ മക്കളിൽ, പിൻതലമുറയിൽ അല്ലാഹുവേ നീ നിയോഗിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അന ദഅവതു അബി ഇബ്രാഹിം, അന ദഅവതു അബി ഇബ്രാഹിം, എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാകുന്നു ഞാൻ എന്ന് മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സഹോദരങ്ങളെ, പ്രാർത്ഥന മാത്രം പോരാ, അത് മാത്രമൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് പോവുകയാണ്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. തന്റെ പിഞ്ചോമന മകനെയും തന്റെ പ്രിയപ്പെട്ട പത്നിയെയും വിശുദ്ധ കഅബാലയത്തിനടുത്താക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്, പടച്ചവനെ എന്റെ മക്കളെ ഞാൻ ഇതാ ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ പാവനമായ ഈ വീടിന്റെ അടുത്ത് ഞാൻ വിട്ടേച്ചു പോയത്, റബ്ബനാ ലിയുഖീമുസ്സലാ, ഇവിടെയാകുമ്പോൾ അവർക്ക് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ സാധിക്കും, അതിനു വേണ്ടിയാകുന്നു എന്നാണ് ആര് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളും സന്താന പരമ്പരകളും
ഈ നാം ഉൾക്കൊള്ളുന്ന, ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ ആശയത്തിന്റെ, ഈ ആദർശത്തിന്റെ, ഈ സംസ്കാരത്തിന്റെ വാക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി തീരണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്കടമായി ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം. നോക്കൂ, വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ്, വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ്, അദ്ദേഹത്തിന് ഇസ്ഹാഖിനെയും യാഖൂബിനെയും നാം വജഅൽനാ ഫീ ദുർരിയ്യതിഹി നുബുവ്വത വൽ കിതാബ്, വജഅൽനാ ഫീ ദുർരിയ്യതിഹി, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽ നാം നിശ്ചയിച്ചു അന്നുബുവ്വത വൽ കിതാബ്, നുബുവ്വത്തും കിതാബും. ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന എല്ലാ ഖുർആൻ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ടവരാണ്. അതിന്റെ ബാക്കിയാണ് വആതൈനാഹു അജ്റഹു ഫിദ് ദുനിയാ, ദുനിയാവിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം നാം അദ്ദേഹത്തിന് നൽകി. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ, ആഖിറത്തിലും അദ്ദേഹം സാലിഹീങ്ങളിൽപ്പെട്ടവനാകുന്നു. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മക്കൾ നന്നായി കിട്ടുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ അക്കാര്യത്തിൽ വേണ്ടതുപോലെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ സന്താനങ്ങളെ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ആദർശം, ആ സ്ഥൈര്യം, ആ ക്ഷമ, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകാൻ, അങ്ങനെ മുസ്ലിമായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ അജ്ഞാനവർത്തികളായി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. നാം മുന്നിട്ടുകൊണ്ടിരിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലേക്കാണ്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ദുൽഹജ്ജ് പിറക്കുകയാണ്. ദുൽഹജ്ജ് മാസം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസമാണ്. അത് അശ്ഹുറുൽ ഹുറുമിൽപ്പെട്ടതാണ്. യുദ്ധമറമായ 4 മാസങ്ങളിൽപ്പെട്ടതാണ്. അശ്ഹുറുൽ ഹജ്ജ്, ഹജ്ജിന്റെ മാസങ്ങളിൽപ്പെട്ടതാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാത് തന്നെയാണ് സത്യം, 10 ദിവസങ്ങളെ കൊണ്ടും സത്യം എന്ന് പറഞ്ഞ ആ 10 ദിവസം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഈ ദിവസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഫീഹി ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസത്തേക്കാൾ അള്ളാഹുവിന് അമൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 10 ദിവസങ്ങൾ അമലു സ്വാലിഹാത്ത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും അധികം പ്രതിഫലം നൽകപ്പെടുന്നതുമായ ദിവസങ്ങൾ. എന്നാൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ എന്തെങ്കിലും ആരാധനകൾ പ്രവാചകൻ ശരിയാക്കിയിട്ടുണ്ടോ? ഇല്ലതല്ല. ഈ 9 അറഫ ദിനം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. അത് കഴിച്ചാൽ അമൽ സാലിയാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സൽക്കർമ്മങ്ങളെല്ലാം
നമസ്കാരം അതിൽ നേരത്തെ പള്ളിയിലെത്തുക, ജമാഅത്തുകളിൽ പങ്കെടുക്കുക, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സാധിക്കുമെങ്കിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കുക, പ്രത്യേകിച്ച് തിങ്കളും വ്യാഴവും. ഏതായാലും സുന്നത്ത് ദിവസങ്ങളാണ് തിങ്കളും വ്യാഴവും. ഇനി മറ്റുള്ള ദിവസങ്ങളിലും സലഫ് സാലിഹ്യങ്ങൾ ചിലരൊക്കെ 1 മുതൽ 9 വരെയും നോമ്പ് വെച്ചിരുന്നു എന്നൊക്കെ ചില കിതാബുകൾ കാണുന്നുണ്ട്. നോമ്പുകൾ അനുഷ്ഠിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, മാതാപിതാക്കളെ കൂടുതൽ ശ്രദ്ധിക്കുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക തുടങ്ങിയുള്ള എല്ലാ അമലു സാലിഹാത്തും ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ്. സഹാബികൾ ചോദിക്കുന്നു, വൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, ജിഹാദിനേക്കാളും വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, ജിഹാദിനേക്കാൾ പ്രതിഫലമുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ബാക്കിയിൽ പറയുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, യൗമുൻ നഹറിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കർമ്മം ബലിയർക്കുക എന്നുള്ളതാണ്. മാ അമില ഇബ്നു ആദം യൗമുൻ നഹർ അമലൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖതി ദം. യൗമുൻ നഹറിൽ ബലിയർക്കുക എന്നതിനേക്കാൾ മഹത്തരമായ ഒരു കർമ്മം ഒരാളും ചെയ്തിട്ടില്ല. അങ്ങനെ ബലിയർക്കാൻ സാധിക്കുന്നവർ എത്രത്തോളം വെച്ചാൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി പറഞ്ഞത്, മൻ കാന ലഹു സഅത്തുൻ വലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലാനാ. കഴിവുണ്ടായിട്ടും സാധ്യതകളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ബലിയർക്കാത്തവൻ നമ്മുടെ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സാധിക്കുന്നവർ ഒന്നറക്കുക, അത് സാധിക്കാത്തവർ ഷെയർ കൂടുക. ഇനി അതിനും കഴിയാത്തവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വടക്കേ ഇന്ത്യയിലേക്ക് എല്ലാ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഷെയർ പിരിക്കുന്നുണ്ട്. വളരെ ചെറിയ 5000 രൂപയോ അതിന് താഴെ പൈസ മാത്രമേ വടക്കേ ഇന്ത്യയിൽ ഒരു ഷെയറിന് വേണ്ടൂ. അപ്പൊ അതിന് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി രണ്ടും സാധിക്കുന്നവർ രണ്ടും ചെയ്യുക. ഏതായാലും ഇത് വളരെ പുണ്യകരമായ നിർബന്ധം എന്ന് പറഞ്ഞുകൂടെങ്കിലും വളരെ ആ യൗമുൻ നഹറിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമാണത്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മാത്രമല്ല, ഇങ്ങനെ അറുക്കാൻ നിയത്ത് ചെയ്തിട്ടുള്ള ആളുകൾ, ഉദഹിയത്തറക്കാൻ ഷെയർ കൂടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ ആ ബലി അറുക്കുന്നത് വരെ നഖവും മുടിയും മുറിക്കാതിരിക്കലാണ് നല്ലത്. അതാണ് സുന്നത്ത്. മുഹരിമിനെ പോലെ ഇഹ്റാമിൽ പ്രവേശിച്ചതിനെ പോലെ അവനോടൊരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് നിർബന്ധം എന്നല്ല ഞാൻ പറഞ്ഞത്, അതാണ് സുന്നത്ത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞ കൊല്ലം ഈ കാലത്ത് നമ്മുടെ കൂടെയുള്ള പലരും ഇക്കൊല്ലം നമ്മുടെ കൂടെ ഇല്ല. അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുവാൻ, മുസ്ലിമായി മുഅ്മിനായി മരിക്കുവാനുള്ള ഒരുക്കങ്ങൾ, തയ്യാറുകൾ, ചിന്തകൾ, സ്വർഗത്തിന് വേണ്ടിയുള്ള ചിന്തകൾ, സ്വർഗം ലഭിക്കണം, അത് വാങ്ങണം എന്ന ചിന്ത, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അതിൽ നിന്ന് കരകയറണം എന്ന ആഗ്രഹം, അങ്ങനെ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന സഹോദരന്മാർക്ക് അള്ളാഹു അനുഗ്രഹവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടും മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു എത്രയും വേഗം ആശ്വാസവും തുറസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم
وتب علينا يا تواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. صلى الله وسلم على النبي الكريم نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.